വെൽക്കം. തൈമനാണ് ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്ന മരുന്ന്, ആന്റി ഹൈപ്പർടെൻസീവ് വിഭാഗത്തിലെ മരുന്നുകൾ. അതിലൊരു വിഭാഗമാണ് വാസോ ഡയലേറ്റേഴ്സ് വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ സീരീസിലെ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. സോഡിയം നൈട്രോപ്രൂസൈഡിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുക. സോഡിയം നൈട്രോപ്രൂസൈഡ്. സോ നമ്മൾ വാസോ ഡയലേറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്തത്, ഒന്ന് ആർട്ടറീസിനെ ഡയലേറ്റ് ചെയ്യുന്നത്, ധമനികളെ ഡയലേറ്റ് ചെയ്യുന്ന മരുന്നുകൾ. നമ്മൾ പറഞ്ഞത് ഹൈഡ്രലസിൻ പറഞ്ഞു, ദെൻ ഡയസോക്സൈഡ് പറഞ്ഞു, ദെൻ മിനോക്സിഡ്. സോ ഇത് രണ്ട് ആദ്യത്തെ വീഡിയോ പറഞ്ഞു, ഇത് അടുത്ത വീഡിയോ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ആർട്ടറീസ് പ്ലസ് വെയിൻ രണ്ടിനെയും ഒരേപോലെ ഡയലേറ്റ് ചെയ്യുന്ന മരുന്നുകളെ കുറിച്ച് നമുക്ക് പറയണം. അതാണ് സോഡിയം നൈട്രോപ്രൂസൈഡ് എന്ന് പറയുന്ന മരുന്ന്. ഇനി വെയിനെ മാത്രം ഡയലേറ്റ് ചെയ്യുന്ന മരുന്നുകൾ നമുക്ക് പറയേണ്ടത് നൈട്രേറ്റ്സ് ആണ്. പക്ഷെ നൈട്രേറ്റ്സ് നമ്മൾ അഞ്ചൈനയിലായിരിക്കും നമ്മൾ പറയാം, അഞ്ചൈന. ഇനി ഇവിടെയും ഒക്കെ വേറെ മരുന്നുകളുണ്ട്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, സോ നമുക്ക് സോഡിയം നൈട്രോപ്രൂസൈഡിലേക്ക് വരാം. സോ സോഡിയം നൈട്രോപ്രൂസൈഡിന്റെ ഫസ്റ്റ് പോയിന്റ് ഇതാണ്: ഇറ്റ് ക്യാൻ ഡയലേറ്റ് ബോത്ത് ആർട്ടറീസ് ആൻഡ് ഓൾസോ വെയിൻ. രണ്ടിനെയും ഒരേപോലെ ഡയലേറ്റ് ചെയ്യുന്ന മരുന്നുകളാണ്. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ഇറ്റ് ക്യാൻ ഡയലേറ്റ് ബോത്ത് ആർട്ടറീസ് ആൻഡ് വെയിൻ, ആർട്ടീരിയോൾസ് ആൻഡ് വെന്യൂൾസ്. ഏറ്റവും ചെറിയ ആർട്ടീരിയോൾസിനെയും ഏറ്റവും ചെറിയ വെന്യൂൾസിനെയും ഡയലേറ്റ് ചെയ്യുന്നു. സോഡിയം നൈട്രോപ്രൂസൈഡിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. സോഡിയം നൈട്രോപ്രൂസൈഡിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ബേസിക്കലി. പക്ഷെ നമ്മൾ അതിന്റെ കൂടെ സയനൈഡ് പോയിസണിങ്ങിനെ കുറിച്ച് കൂടി നമ്മൾ പറയുന്നു. സോ ട്രീറ്റ്മെന്റ് ഓഫ് സയനൈഡ് പോയിസണിങ് കൂടി ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് പറയാൻ പോവുക. ഒറ്റ വാക്കിൽ വേണമെങ്കിൽ, ദിസ് ഈസ് എ നൈട്രിക് ഓക്സൈഡ് ഡോണർ ആണ് ഈ മരുന്ന് എന്ന് പറയാം. നൈട്രിക് ഓക്സൈഡ് എന്താണ് ചെയ്യുക എന്ന് നമുക്കറിയണം. അപ്പോൾ നൈട്രിക് ഓക്സൈഡ്, സോ നമുക്ക് ആദ്യം സ്മൂത്ത് മസിൽ എങ്ങനെ ഡയലേറ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ഇതാണ് സാധാരണ, ഇങ്ങനെയാണ് നമ്മൾ സ്മൂത്ത് മസിൽ വരയ്ക്കുക. ഇത് അതിന്റെ ന്യൂക്ലിയസ് ആണ്. സോ സ്മൂത്ത് മസിൽ ഡയലേറ്റ് ചെയ്യാൻ, സ്മൂത്ത് മസിൽസ് എന്ന് ഞാൻ പറയുന്നത് ബ്ലഡ് വെസൽസിന്. ഇപ്പോൾ ബ്ലഡ് വെസൽ ഇതാണെങ്കിൽ, ഓക്കെ, ഇതിന് ചുറ്റും സ്മൂത്ത് മസിൽ ഉണ്ട്. ഇവിടെ ഇങ്ങനെ സ്മൂത്ത് മസിൽ, ഇവിടെ ഇങ്ങനെ സ്മൂത്ത് മസിൽ ഉണ്ട്. ഇത് ഡയലേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുകയോ കൺസ്ട്രിക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യും. ഓക്കെ, സ്മൂത്ത് മസിൽസ് ആണെന്ന് വിചാരിക്കുക. ഈ സ്മൂത്ത് മസിൽസിനകത്ത് ഒരു എൻസൈം ഉണ്ട്, അതിന്റെ പേര് മാഡ് എന്നാണ്. മാഡിന്റെ ഫുൾ പേര് മൈറ്റോകോൺഡ്രിയൽ ആൽഡിഹൈഡ് ഡീഹൈഡ്രോജിനേസ് എന്നാണ്. ഈ മാഡ് ആണ് സെല്ലിനകത്ത് സ്വതവേ നൈട്രിക് ഓക്സൈഡ് ഉണ്ടാക്കുക. സോ നൈട്രിക് ഓക്സൈഡിന്റെ പണി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നൈട്രിക് ഓക്സൈഡ് ഈ സെല്ലിനകത്ത് ഒരു എൻസൈം ഉണ്ട്. ഈ എൻസൈമിന്റെ പേര് ഗ്വാനൈലേറ്റ് സൈക്ലേസ് എന്നാണ്. ഗ്വാനൈലേറ്റ് സൈക്ലേസിന്റെ ആക്ഷന് ഗ്വാനൈലേറ്റ് സ്റ്റിമുലേറ്റ് ഗ്വാനൈലേറ്റ് സൈക്ലേസ് ആണ് നൈട്രിക് ഓക്സൈഡിന്റെ പണി. ഈ ഗ്വാനൈലേറ്റ് സൈക്ലേസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അഡിനൈലേറ്റ് സൈക്ലേസ് പോലെയുള്ള സെയിം സാധനമാണ് ഗ്വാനൈലേറ്റ് സൈക്ലേസ്. അഡിനൈലേറ്റ് സൈക്ലേസ് ചെയ്യുന്നത് ATP അല്ലെങ്കിൽ അതിന്റെ AMP സൈക്ലിക് AMP ആക്കുക. ഇവിടെയും അത് തന്നെയാണ്. ഇവിടെ ATPക്ക് പകരം GTP ഓർ GMP ആണ്. GMPനെ സൈക്ലിക് GMP ആക്കുക എന്നുള്ളതാണ് ഇവിടെ ഗ്വാനൈലേറ്റ് സൈക്ലേസ് ചെയ്യുക. അപ്പോൾ ഗ്വാനൈലേറ്റ് സൈക്ലേസിന്റെ എണ്ണം ആക്ഷൻ കൂടുമ്പോൾ അത് സൈക്ലിക് GMP വർദ്ധിക്കും. സോ നൈട്രിക് ഓക്സൈഡ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിക് GMP വർദ്ധിക്കും. സൈക്ലിക് GMPക്ക് രണ്ട് പണികളുണ്ട്, രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസ് അതിനെ തടയുക. സോ മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസിനെ തടയുക എന്നുള്ള തടയലാണ്. രണ്ടാമത്തത് മയോസിൻ ലൈറ്റ് ചെയിൻ ഫോസ്ഫറ്റേസിന്റെ പണി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഫോസ്ഫറ്റേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇതൊരു എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക സെല്ലിൽ. ഫോസ്ഫറ്റേസ് എന്ന് പറഞ്ഞാൽ ഈ ഫോസ്ഫേറ്റിനെ മാറ്റുക എന്നാണ്. കൈനേസ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫേറ്റ്, അവിടെ ഇതൊരു എൻസൈം ആണെങ്കിൽ ഫോസ്ഫേറ്റ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. സോ രണ്ടായാലും പിടിപ്പിക്കലും ഇല്ലാതാക്കുന്നു, ഉള്ളത് മാറ്റുകയും ചെയ്യും. ഇത് എവിടെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മസിലിനകത്ത് ഇത് ആക്റ്റിൻ ഫിലമെന്റ് ആണ്, ഇത് മയോസിൻ ഫിലമെന്റ് ആണ്. സോ നമ്മൾ പറഞ്ഞത് രണ്ടും മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസ് ആണ്. സോ ഇവിടെ ഫോസ്ഫേറ്റ് പിടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഫോസ്ഫേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചുരുങ്ങാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ചുരുങ്ങാനായിട്ട് പറ്റും. ഇത് നമ്മൾ ചെയ്യുന്നത് ഇവിടെ മാറ്റുകയാണ്, ഇത് മാറ്റുകയാണ്. സോ എന്താ പറ്റുക? മസിൽ കൺട്രാക്ഷൻ, സ്മൂത്ത് മസിൽസിനകത്തുള്ള കൺട്രാക്ഷൻ ഇല്ലാതാവുക എന്നുള്ളതാണ്. കൺട്രാക്ഷൻ ഇല്ലെങ്കിൽ സ്മൂത്ത് മസിൽ വിൽ ഗെറ്റ് റിലാക്സ്. സോ സ്മൂത്ത് മസിൽ റിലാക്സ് ചെയ്യുന്നു. സോ നൈട്രിക് ഓക്സൈഡ് കൂടുക എന്ന് പറഞ്ഞാൽ സൈക്ലിക് GMP വർദ്ധിക്കുക എന്നുള്ളതാണ്. സൈക്ലിക് GMP കൂടിക്കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നടക്കും. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പിടിപ്പിക്കുകയില്ല, ഉള്ള ഫോസ്ഫേറ്റ് മാറ്റുകയും ചെയ്യും. സോ ആക്ടിൻ, ദിസ് ഈസ് ആക്ടിൻ ആൻഡ് ദിസ് ഈസ് മയോസിൻ, ഇത് തമ്മിലുള്ള ഇന്ററാക്ഷൻ ഇല്ലാതെയാകും. ഇന്ററാക്ഷൻ ഇല്ലാതാകുമ്പോൾ മസിൽസ് വിൽ ഗെറ്റ് റിലാക്സ് ചെയ്യുന്നത് സ്മൂത്ത് മസിൽ. സ്മൂത്ത് മസിൽ റിലാക്സ് ചെയ്യുമ്പോൾ ബ്ലഡ് വെസൽ വിൽ ഗെറ്റ് ഡയലേറ്റഡ്, കൂടുതലായിട്ട് ഡയലേഷൻ നടക്കും.
നമ്മുടെ മരുന്ന് സോഡിയം നൈട്രോപ്രൊസൈഡ് ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഡിയം നൈട്രോപ്രൊസൈഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് എ നൈട്രിക് ഓക്സൈഡ് ഡോണർ. നൈട്രിക് ഓക്സൈഡ് കൂടുതലായിട്ട് ഇവിടെ എത്തും. സെൽസിനകത്ത് നൈട്രിക് ഓക്സൈഡ് കൂടും. സെൽസിനകത്ത് നൈട്രിക് ഓക്സൈഡ് കൂടുമ്പോൾ ഗ്വാനലൈഡ് സൈക്ലേസിന്റെ പണി വർദ്ധിപ്പിക്കും. അപ്പോൾ ദിസ് മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസിന്റെ ആക്ഷൻ കുറയും, ഫോസ്ഫേറ്റേസിന്റെ ആക്ഷൻ കൂടും. സോ അൾട്ടിമേറ്റ്ലി ദി മസിൽ ഗെറ്റ് റിലാക്സ്. ഇനി ഇതേപോലെ വർക്ക് ചെയ്യുന്ന വേറെ ഒരു മരുന്ന് കൂടിയുണ്ട്, ഫേമസ് മരുന്നാണ്. അവയുടെ പേര് നൈട്രേറ്റ്സ് എന്നാണ്. നൈട്രേറ്റ്സിന്റെ മെക്കാനിസവും ഇത് തന്നെയാണ്, സെയിം മെക്കാനിസം ആണ്. നൈട്രേറ്റ്സ് പ്രധാനപ്പെട്ട മരുന്ന് ISDN ഒരെണ്ണം, ദെൻ GTN ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ് ഉണ്ട്, ഐസോസോർബേറ്റ് ഡൈനൈട്രേറ്റ് പോലെയുള്ള മരുന്നുകളുണ്ട്. അവയുടെ പക്ഷെ പ്രവർത്തനം വെയിനിലാണെന്നാണ്. വെയിൻ ഓൺലി ഇൻ വെയിൻ ആർട്ടറിയിൽ വളരെയധികം കുറവാണ്. സോഡിയം നൈട്രോപ്രൊസൈഡ് ആർട്ടറിയിലും വർക്ക് ചെയ്യും, വെയിനിലും വർക്ക്. സോ ഇതാണ് മെക്കാനിസം, രണ്ടിന്റെ മെക്കാനിസം. നൈട്രിക് ഓക്സൈഡ് ഡോണേഴ്സ് ആയിട്ടാണ്. ഇനി സോഡിയം നൈട്രോപ്രൊസൈഡിന് വേറൊരു ആക്ഷൻ കൂടിയുണ്ട്. അതിന് നേരിട്ട് ഗ്വാനലേറ്റ് സൈക്ലേസിന് നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ തന്നെ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കൂടി പറ്റും. നേരിട്ട് ഗ്വാനലേറ്റ് സൈക്ലേസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സൈക്ലിക് GMP വർദ്ധിപ്പിക്കാനും കൂടി. സോ രണ്ടു തരം, ഇത് ഒരു രീതിയിൽ, ഇത് രണ്ടാമത്തെ രീതിയിലും. അപ്പൊ ഇനി ഉപയോഗങ്ങൾ, മരുന്ന് ആർട്ടറിയെയും വെയിനെയും ഡയലേറ്റ് ചെയ്യുന്നു. വെയിൻസിനെ ഡയലേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? വെയിൻസ് എന്ന് പറഞ്ഞ ഹൃദയത്തിലേക്ക് രക്തം കൊടുക്കുന്നതാണ്. അപ്പൊ ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയും, ഇവിടെ ബ്ലഡ് കൂടും. സോ അപ്പൊ അതിനെ നമ്മൾ പറയാ പ്രീ ലോഡ് കുറയ്ക്കുക എന്നുള്ളത്. ഹൃദയത്തിന്റെ പ്രീ ലോഡ് വിൽഡി. രണ്ടാമത്തത് ആർട്ടറിയാണ് ഡയലേറ്റ് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് ആർട്ടറി. ഇതിനെ ഡയലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഹൃദയത്തിന് ഇങ്ങോട്ടേക്ക് തള്ളാനുള്ള പ്രഷർ കുറഞ്ഞു കിട്ടും, അധികം വർക്കൊന്നും ചെയ്യണ്ട, ഇത് ഡയലേറ്റ് ചെയ്തെടുക്കാം. സോ അപ്പോഴത്തേക്കും ആഫ്റ്റർ ലോഡും കുറയും. ആഫ്റ്റർ ലോഡ് കുറയുന്നു, പ്രീ ലോഡ് കുറയുന്നു, രണ്ടും കുറയും. എങ്കിലും എവിടെയാണ് കൂടുതൽ ഡയലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ആക്ഷൻ വെന്യൂൾസിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. സോ മോർ ആക്ഷൻ ഈസ് ഓൺ വെയിൻ. സോ അപ്പൊ അതിന്റെ ഉപയോഗം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ അക്യൂട്ട് ആയിട്ടുള്ള ഭയങ്കര എമർജൻസി ആയിട്ടുള്ള ഹൈപ്പർടെൻസീവ്, ഭയങ്കരമായിട്ട് BP കൂടുന്ന കണ്ടീഷനാണ് ഹൈപ്പർടെൻസീവ് എന്ന് പറയാ, ക്രൈസിസ്. സോ ഇങ്ങനെയുള്ള ക്രൈസിസിലാണ് അമിതമായിട്ട് രക്തസമ്മർദ്ദം ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നൈട്രോപ്രൊസൈഡ് നമുക്ക് കൊടുക്കാം. സോഡിയം നൈട്രോപ്രൊസൈഡ് ക്യാൻ ബി ഗിവൺ. രണ്ടാമത്തത് ഹൃദയം ബുദ്ധിമുട്ടി രക്തം പമ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് CHF. രണ്ടാമത്തത് CHF-ൽ നമുക്ക് കൊടുക്കാം. CHF-ൽ പ്രീ ലോഡ് കുറയ്ക്കുന്നു, ആഫ്റ്റർ ലോഡ് കുറയ്ക്കുന്നു എന്നതുകൊണ്ട് നമുക്ക് രണ്ടും കുറയ്ക്കുന്നതുകൊണ്ട് ഉപയോഗിക്കാം. പക്ഷെ CHF-ൽ നോക്കിയും കണ്ടും വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി മറ്റ് യൂസസ്, ഇത് രണ്ടാണ് പ്രധാനപ്പെട്ട യൂസ്. ഇനി അയോട്ടിക് സ്റ്റീനോസിസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ ഉപയോഗിച്ചേക്കാം. ദെൻ ഈസോഫാരിഞ്ചിയൽ വേരിസസ് ഉണ്ടാകുന്നത് ചിലപ്പോൾ കരൾ രോഗങ്ങൾ ഉണ്ടായിട്ടായിരിക്കാം. ദെൻ പൾമണറി ഹൈപ്പർ ടെൻഷനിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ചില സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈപ്പോടെൻഷൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കേസിൽ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാനായിട്ടും ഉപയോഗിച്ചേക്കാം. സോ ഇതൊക്കെയാണ് ഉപയോഗം, പ്രധാനപ്പെട്ട ഉപയോഗം. എന്നാലും ഇത് തന്നെയാണ് അക്യൂട്ട് ഹൈപ്പർടെൻസീവ് ക്രൈസിസിലാണ് പ്രധാനപ്പെട്ട ഉപയോഗം. ഇനി സംതിങ് അബൌട്ട് ഇറ്റ്സ് ഫാർമക്കോകൈനറ്റിക്സ്. കൈനറ്റിക്സിനെ പറ്റി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ പോയിന്റ്, ഇത് ഇമ്മീഡിയറ്റ് ഓൺസെറ്റ്, ഫാസ്റ്റസ്റ്റ് ആക്ടിംഗ് ആണ്. ഫാസ്റ്റസ്റ്റ് ആക്ടിംഗ് ആന്റി ഹൈപ്പർടെൻസീവ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട, ഇതാണ് ദ ഫാസ്റ്റസ്റ്റ് ആക്ടിംഗ് ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. സോ ഇമ്മീഡിയറ്റ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ആണ്. പക്ഷെ ഷോർട്ട് ആക്ട്, കുറച്ച് നേരം മാത്രമേ ആക്ഷൻ ഉള്ളൂ. ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും, പക്ഷെ ഇത്തിരി നേരം, പരമാവധി 10 മിനിറ്റ് ആണ് മാക്സിമം ആക്ഷൻ. അപ്പൊ നമ്മൾ എങ്ങനെ കൊടുക്കേണ്ടി വരും? എല്ലാ സമയവും ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റില്ല. സോ കണ്ടിന്യൂസ് IV ഇൻഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? IV ഇൻഫ്യൂഷൻ ആണ്. സോ മരുന്ന് ഓൺലി ക്യാൻ ബി ഗിവൺ ആസ് IV. ഓറലോ മറ്റൊരു രീതിയിലോ പറ്റില്ല, നേരിട്ട് വെയിനിലേക്ക് കുത്തിവെക്കുക. ഇനി ഈ മരുന്നിന്റെ കൈനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു പ്രശ്നം, ഇത് വെളിച്ചമടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മരുന്ന് ഇപ്പൊ നമ്മളിങ്ങനെ സൊല്യൂഷനകത്ത് കൊടുക്കുകയാണെങ്കിൽ, ഈ സൊല്യൂഷൻ, ഇത് IV ഡ്രിപ്പ് ആണെന്ന് വിചാരിക്കുക, ഈ സൊല്യൂഷൻ നമ്മൾ അടച്ച് മൂടി വെക്കണം. ഈ പോകുന്ന ഈ ട്രാക്കും നമ്മൾ അടച്ച് മൂടി വെക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ കൂടെ തന്നെ മിക്കവാറും അലൂമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബ്ലാക്ക് പേപ്പർ ഉണ്ടായിരിക്കും. സോ അലൂമിനിയം ഫോയിൽ പേപ്പറോ ബ്ലാക്ക് പേപ്പറോ ഇട്ട് മറച്ച് വേണം ഇത് കൊണ്ടുപോകാൻ. ബിക്കോസ് ഫോട്ടോ ഡീഗ്രഡേഷൻ നടക്കും. ഈ മരുന്ന് ഫോട്ടോ ഡീഗ്രഡേഷൻ നടക്കും, ഗുണം കുറയും. സോ ഇതാണ് കൈനറ്റിക്സിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി മരുന്നിന്റെ ദോഷഫലങ്ങളാണ് പറയേണ്ടത്. അഡ്വേഴ്സ് എഫക്ട്സ് നമുക്ക് പറയണം. ഈ മരുന്നിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നടുവിലോ ഇങ്ങനെ ഒരു FE ഉണ്ടായണുണ്ട്. ഇതിന്റെ ചുറ്റും 5 ഭാഗത്ത് ഇങ്ങനെ 5 എണ്ണമായിട്ട് ഉള്ള ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ C-triple-bond N ആണ്. C-triple-bond ഇവിടെയൊക്കെ അതുണ്ട്. C-triple-bond N എന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ വേറെ പേര് വിളിക്കും സയനൈഡ് എന്നാണ് വിളിക്കുന്നത്. സയനൈഡ് ഉണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ മെക്കാനിസം ആക്ച്വലി നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ കൂടെ സയനൈഡ് കൂടി റിലീസ് ചെയ്യുന്നുണ്ട് എന്ന് ഓർക്ക്. സയനൈഡ് കൂടി പുറത്തു വരുന്നുണ്ട്. സോ അതുകൊണ്ട്
എന്തുകൊണ്ട് അമിതമായി ദീർഘനാൾ ഉപയോഗിച്ചാൽ ദിസ് ക്യാൻ കോസ് സയനൈഡ് പോയിസണിങ് ഉണ്ടാക്കാം. സയനൈഡ് പോയിസണിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വേഴ്സ് എഫക്ട്. സോ ഫസ്റ്റ് അഡ്വേഴ്സ് എഫക്ട് ഈ സയനൈഡ് ടോക്സിറ്റി പ്രൊലോങ്ഡ് യൂസിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ നൈട്രൈറ്റ്സ് ആണ് കൊടുക്കുക. നൈട്രൈറ്റ്സ് ഏതാണ് പ്രധാനപ്പെട്ട നൈട്രൈറ്റ്? വൺ ഈസ് അമൈൽ നൈട്രൈറ്റ് എന്ന് പറയുന്ന മരുന്ന് കൊടുക്കും. നൈട്രേറ്റ് അല്ല, നൈട്രേറ്റുകൾ ഇത് ഉണ്ടാക്കും, പക്ഷെ നൈട്രൈറ്റ്സ് നമ്മൾ ഇത് കൊടുക്കും. നൈട്രൈറ്റ്സിലെ രണ്ടാമത്തത് IV സോഡിയം നൈട്രൈറ്റ്. ഇത് ഇൻഹലേഷനാണ്. ഇതാണ് ഫാസ്റ്റസ്റ്റ് ആക്ടിങ്, വേഗത്തിൽ പ്രവർത്തിക്കുന്നത് ഇൻഹലേഷണൽ അമൈൽ നൈട്രേറ്റ് ആണ്. ദെൻ IV സോഡിയം നൈട്രേറ്റ് കൊടുക്കഴിഞ്ഞാൽ ഈ ഉണ്ടാകുന്ന നൈട്രൈറ്റ്സ് ഈ നൈട്രൈറ്റ്സ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീമോഗ്ലോബിനെ ചെന്നിട്ട് മെത്ത് ഹീമോഗ്ലോബിൻ ആക്കി, HB എന്ന് എഴുതാം, മെത്ത് ഹീമോഗ്ലോബിൻ ആക്കി മാറ്റുന്നുണ്ട്. മെത്ത് ഹീമോഗ്ലോബിൻ ആക്കി മാറ്റുമ്പോഴത്തേക്കും സയനൈഡ് വന്ന് ഇതിൽ ഒട്ടിച്ചേരും. സയനൈഡ് ഒട്ടിച്ചേരുമ്പോഴത്തേക്കും മെത്ത് ഹീമോഗ്ലോബിൻ ഈസ് ആക്ടിങ് ആസ് എ സയനൈഡ് ചീലേറ്റർ. സോ സയനൈഡ് പുറത്തില്ല, സയനൈഡ് ഇതിലാണ് വന്ന് ഒട്ടിച്ചേരുക. ഇങ്ങനെ ഉണ്ടാകുന്ന സയനൈഡ് സയനോമെത്ത് ഹീമോഗ്ലോബിൻ ആകും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഇപ്പോൾ സയനോമെത്ത് ഹീമോഗ്ലോബിൻ ആയിട്ടാണ് ഇരിക്കുക. ഈ സയനോമെത്ത് ഹീമോഗ്ലോബിനെ നമ്മൾ ഇവിടെ വീണ്ടും സോഡിയം തയോസൾഫേറ്റ് ആഡ് ചെയ്യും. സോഡിയം തയോസൾഫേറ്റ് കൊടുത്തു കഴിയുമ്പോൾ ദിസ് വിൽ ബി കൺവേർട്ടഡ് ഇൻറ്റു സയനോമെത്ത് ഹീമോഗ്ലോബിൻ. സോഡിയം തയോസയനേറ്റ് ആകും. സോ ദിസ് ഈസ് നൗ കൺവേർട്ടഡ് ഇൻറ്റു സോഡിയം തയോസയനേറ്റ് ആയിട്ട് മാറും. സോ സോഡിയം തയോസയനേറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ മാറ്റാം. ഒന്ന് യൂറിനിലൂടെ പൊക്കോളും, രണ്ട് നമുക്ക് വേണമെങ്കിൽ പ്ലാസ്മ അല്ലെങ്കിൽ ഹീമോഡയാലിസിസ് ചെയ്ത് മാറ്റാം. സോ ഇൻ കേസ് ഓഫ് സയനൈഡ് പോയിസണിംഗ് ബൈ സോഡിയം നൈട്രോപ്രോസൈഡ് ഇങ്ങനെ ചെയ്യാം. അല്ലാത്ത സയനൈഡ് പോയിസണിംഗ് വന്നാലും നമുക്ക് ഇത് തന്നെയാണ് ചെയ്യുക. അമൈൽ നൈട്രേറ്റ് സോഡിയം നൈട്രേറ്റ് കൊടുക്കുക, അത് മെത്ത് ഹീമോഗ്ലോബിൻ ആക്കും. അപ്പൊ സയനൈഡ് ഇവിടെ ഒന്ന് പിടിക്കും, അത് സോഡിയം തയോസൾഫേറ്റ് കൊടുക്കുക, അപ്പോഴത്തേക്ക് യൂറിനിലൂടെ നമുക്കത് കളയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി മറ്റേതെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു മരുന്ന് ഹൈഡ്രോക്സി കൊബാലമീൻ ആണ്. ഹൈഡ്രോക്സി കോബാലമീൻ എന്ന് പറയുന്ന മരുന്ന്, അതൊരു B12 ഡെറിവേറ്റീവ് ആണ് നമുക്കറിയാം. സോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കോബാൾട്ടിന് സയനൈഡിനെ നേരിട്ട് ചീലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ കോബാൾട്ട് ആയിരിക്കും വന്ന് പിടിക്കുക. സോ കോബാൾട്ട് വന്ന് പിടിക്കുന്നു, സയനോകോബാലമീൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും. അത് വീണ്ടും സോഡിയം തയോസൾഫേറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിലൂടെ സോഡിയം തയോസയനേറ്റ് ആക്കുന്നു. സോ രണ്ട് കേസിലായാലും സോഡിയം തയോസൾഫേറ്റ് നമുക്ക് ആവശ്യമാണ്. സോഡിയം തയോസൾഫേറ്റിനെ ഹൈപ്പോന്നോ ഹിപ്പോസ്ന്നോ എന്തൊക്കെയാണ് പറയാം. അപ്പൊ ഇനി മറ്റ് ദോഷഫലങ്ങൾ ഞാൻ ഓൾറെഡി ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്. ഒന്ന് ഹൈപ്പോടെൻഷൻ, BP കുറക്കുന്ന എല്ലാ മരുന്നുകളും ഹൈപ്പോടെൻഷൻ ഉണ്ടാകും. ദെൻ റിഫ്ലക്സ് ടാക്കിക്കാർഡിയ ഉണ്ടാകും. റിഫ്ലക്സ് ടാക്കിക്കാർഡിയ ഉണ്ടാക്കുമ്പോൾ പാൽപിറ്റേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുക, അതാണ് പ്രശ്നം. ദെൻ തലവേദനയെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ ഫ്ലഷിങ്, സ്കിന്നിൽ ഡയലേറ്റ് ചെയ്യുമ്പോൾ ഫ്ലഷിങ് ഉണ്ടാകും. സോ വാസോഡയലേറ്റേഴ്സിന് എല്ലാത്തിനും പ്രശ്നമാണ്. ആ പ്രശ്നം ഇവിടെയും ഉണ്ടാകും. അതുകൊണ്ട് നോട്ട് റിപ്പീറ്റ്, വീണ്ടും പറയുന്നില്ല. ഇനി ഇവ കൊടുക്കാൻ പാടില്ലാത്ത കോൺട്രാ ഇൻഡിക്കേറ്റഡ് കണ്ടീഷൻസ് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന കോമ്പൻസേറ്ററി ഹൈപ്പർടെൻഷൻ പല രീതിയിൽ ഉണ്ടാകും. കോമ്പൻസേറ്ററി ഹൈപ്പർടെൻഷൻ എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അതിന് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണം കൊയാർട്ടേഷൻ ഓഫ് അയോട്ടയിൽ ഉണ്ടാകുന്ന പ്രശ്നം മൂലം ഉണ്ടാകുന്ന ഹൈപ്പർടെൻഷൻ നമ്മളിത് കൊടുക്കില്ല. ദെൻ ബ്രെയിനിൽ എപ്പോഴെങ്കിലും ബ്ലഡ് സപ്ലൈ കുറവാണ്, ബ്ലഡ് സപ്ലൈ കുറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസിൽ നമ്മളിത് കൊടുക്കാൻ പാടില്ല. ദെൻ B12 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കില്ല, കാരണം സയനൈഡ് പോയിസണിങ് കൂടുതലായിട്ടുണ്ടാകും. ദെൻ അക്യൂട്ട് CHF നമ്മൾ ഒഴിവാക്കുക. അക്യൂട്ട് CHF നമ്മൾ കൊടുക്കും എന്ന് പറഞ്ഞു, പക്ഷെ എല്ലാ കേസിലും ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഡിക്രീസ്ഡ് TPR ഉള്ള കേസിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ദെൻ പ്രഗ്നൻസി, ഗർഭിണികളിൽ നമ്മൾ ഇത് കൊടുക്കാൻ പാടില്ല. ഗർഭിണികളിൽ നമ്മൾ ഹൈഡ്രലസിൻ ആയിരിക്കും കൊടുക്കുക. ദെൻ വെരി സിവിയർ ആയിട്ടുള്ള ലിവർ ഡിസീസസ്, വെരി സിവിയർ ആയിട്ടുള്ള കിഡ്നി ഡിസീസസ്, അവിടെ ഈ മരുന്ന് ഒഴിവാക്കുക. സോ അപ്പോൾ നമ്മൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. സോഡിയം നൈട്രോപ്രോസൈഡിനെ കുറിച്ചും പറഞ്ഞു, സയനൈഡ് പോയിസണിങ്ങിനെ കുറിച്ചും പറഞ്ഞു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.